കൃഷിഭവനിൽ നിന്നുള്ള സഹായം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 വർഷത്തോളമാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഒരൊറ്റ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥനും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല, യാതൊരു സഹായവും ഇന്നേ വരെ ചെയ്തിട്ടുമില്ല. കൃഷി ഓഫീസറൊക്കെ എൻ്റെ സുഹൃത്തൊക്കെ ആയിരുന്നു. ഞാൻ KGOയിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു KGOയുടെ. അദ്ദേഹം കൃഷി ഓഫീസറാണ്. പക്ഷേ ഈ വഴി ഒരുപാട് തവണ പോയിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നു. കൃഷി നടത്തുന്ന കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. സോറി, ഇത് കരവാളു പഞ്ചായത്താണ്. ഞാൻ താമസിക്കുന്നതാണ് പുനലൂർ മുനിസിപ്പാലിറ്റി. ഇത് കരവാളു പഞ്ചായത്തിലെ കൃഷി സ്ഥലമാണ്. ആരും തന്നെ വന്നിട്ടുമില്ല. സഹായം വേണ്ട, എന്നാലും അഡ്വൈസ് പോലുള്ള കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അത് കിട്ടിയിട്ടില്ല. കൃഷി മറിച്ച് തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പം എന്തെല്ലാം സഹായങ്ങൾ ഒരു കർഷകൻ എന്ന നിലയിൽ കിട്ടുമായിരുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഓഫീസ് ജോലികളുടെയും ഫയലുകളുടെയും ഇടയ്ക്ക് തിരക്കേറിയ ജീവിതം നയിക്കുവാൻ സർക്കാർ ഉദ്യോഗസ്ഥനായ സുരേഷ് കുമാർ തയ്യാറല്ല. മണ്ണിനെ നെഞ്ചോട് ചേർത്ത് വെച്ച മണ്ണിൽ പൊന്നു വിളയിക്കുകയാണ് പുനലൂർ നഗരസഭയിലെ ഇടക്കുന്ന മണിയാർ ഗോകുലത്തിൽ ടി സുരേഷ് കുമാർ. തൻ്റെ 1.5 ഏക്കർ കൃഷിഭൂമിയിൽ 1000-ഓളം വാഴകളാണ് സുരേഷ് കുമാർ കൃഷി ചെയ്യുന്നത്. വിവിധ ഇനത്തിൽപ്പെട്ട വാഴകൾ കൃത്യമായി പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സുരേഷ് കുമാറാണ്. തിരുവനന്തപുരം സഹകരണ വകുപ്പിലെ ഡെപ്യൂട്ടി രജിസ്ട്രാറാണ് സുരേഷ് കുമാർ. തിരക്കേറിയ ജോലിക്കിടയിലും കൃഷിയെ നന്നായി പരിപാലിക്കുവാൻ ഇദ്ദേഹം സമയം കണ്ടെത്താറുണ്ട്. മുൻപ് ഗ്രോ ബാഗിൽ പച്ചക്കറിയടക്കം കൃഷി ചെയ്തിരുന്നു. സമയക്കുറവ് കൊണ്ടാണ് വാഴക്കൃഷിയിലേക്ക് മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആരംഭിച്ചത്. ഓണക്കാലം ലക്ഷ്യമാക്കി തുടങ്ങിയ വാഴകളിൽ ഭൂരിപക്ഷവും വിളവെടുക്കാറായി നിൽക്കുകയാണ്. കർഷക വിപണികളിലും കടകളിലും സുരേഷ് കുമാർ വാഴക്കുലകൾ നൽകുന്നുണ്ട്. കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. എന്നാൽ ഗ്രാമപഞ്ചായത്തിൻ്റെയോ കൃഷിഭവൻ്റെയോ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നില്ലെന്നും സുരേഷ് കുമാർ പരിഭവം പറയുന്നു. സുരേഷ് കുമാർ ടി എന്നാണ്. ഞാൻ സഹകരണ വകുപ്പിൽ ഡെപ്യൂട്ടി രജിസ്ട്രാറായിട്ട് ജോലി ചെയ്യുന്നു. കൃഷിയോട് എനിക്ക് വലിയ താല്പര്യമാണ്. അത് പ്രധാനമായും മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാകുന്ന പച്ചക്കറികളായാലും പഴവർഗ്ഗങ്ങളായാലും എല്ലാം വിഷം അതുപോലുള്ള മനുഷ്യ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ആയിട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പഴം കഴിക്കുക, പച്ചക്കറി കഴിക്കുക, നമ്മുടെ പൊതുസമൂഹത്തിന് അത് മാതൃകയാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ 1 ഏക്കർ 30 സെൻറ്റ് സ്ഥലം വാങ്ങുകയും കൃഷി ചെയ്യുന്നതിന് തയ്യാറെടുത്ത് കൃഷി നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ ഒട്ടനവധി ആളുകൾ ഇത് സംബന്ധിച്ച് എന്നെ കളിയാക്കി. ആരും വയൽ വാങ്ങാത്ത സമയത്ത് ഞാൻ വയൽ വാങ്ങി എന്ന ഒരു ആശയം പലരും പറഞ്ഞു. അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ട്. പച്ചക്കറി കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ട്. നിങ്ങൾ ഏത്തപ്പഴം കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ട്. പക്ഷെ ഇവയെല്ലാം തമിഴ്നാടും അതുപോലുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വിഷവും മറ്റ് ഇതൊക്കെ അടിച്ച് കായൊക്കെ വലുതാക്കി വീർപ്പിച്ച് പക്ഷേ പച്ചക്കറികളാണ് വിഷമെല്ലാം അടിച്ച് ഇതിന് കരിയിപ്പിലയിൽ പോലും മാരക ഭക്ഷണം അടിച്ചാണ് നമുക്ക് കിട്ടുന്നത്. അതൊക്കെ ഞങ്ങൾ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കഴിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ബോധവാന്മാരല്ല. അപ്പോൾ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ നമ്മുടെ ഈ തെങ്കാശി പച്ചക്കറി കൃഷി ചെയ്യുന്ന തക്കാളി തോട്ടത്തിൽ ഒന്ന് പോവുകയുണ്ടായി. വിസിറ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ ആ ചെറിയൊരു വയലിൽ ഒരുപാട് വിഷക്കുപ്പികൾ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ അടുത്ത് നിന്ന് ഒരാളോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ കിടക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതെല്ലാം ഇതിന് സ്പ്രേ ചെയ്യുന്ന മരുന്നുകളാണ്. അപ്പം ഞാൻ അന്നേരം വിചാരിച്ചു, ദൈവമേ, ഇതെല്ലാം അടിച്ച തക്കാളിയും പച്ചക്കറികളുമാണല്ലോ നാം എല്ലാം പിടിച്ച് കഴിക്കുന്നത്. നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഓരോ ദിവസവും ഇത് കഴിക്കുന്തോറും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നുള്ള ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ബാധിക്കുകയും തുടർന്ന് ചികിത്സിച്ച് രക്ഷപ്പെട്ടാലായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ്
ഞാനിങ്ങനെ ഒരു കൃഷി ഇടങ്ങളിലേക്ക് തിരികുകയും കൃഷി ചെയ്യുകയും ചെയ്തു. ലാഭമാണോ എന്ന് ചോദിച്ചാൽ ലാഭമല്ല. എന്നിരുന്നാലും അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മസംതൃപ്തി, അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം. ജോലി ഇല്ലാത്ത അവധി ദിവസങ്ങൾ ഞാനിവിടെ വന്ന് ഏകദേശം ഒരു 2 മണിക്കൂറോളം ദിവസവും ജോലി ചെയ്യാറുണ്ട്. അതിൻ്റേതായ ആത്മസംതൃപ്തിയും അതോടൊപ്പം തന്നെ ആരോഗ്യവും കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും അവരവരുടെ ചെറിയ, അതുപോലെ തന്നെ നേരത്തെ ഈ സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഗ്രോ ബാഗിലുണ്ടായിരുന്ന കൃഷി, എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളക്, തക്കാളി, അമരയ്ക്ക, വെണ്ടയ്ക്ക എല്ലാം ഞാൻ തന്നെ കൃഷി ചെയ്ത് എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഈ പാടം വാങ്ങുകയും ഇപ്പം ജോലി തിരുവനന്തപുരത്തായതിനാലും ഗ്രോ ബാഗ് കൃഷിയില്ല. പിന്നീട് ഇങ്ങനെയുള്ള കൃഷിയും അതുമായി ബന്ധപ്പെട്ട കൃഷിയാണുള്ളത്. എന്നെ സഹായിക്കാൻ ഇവിടെ നമ്മുടെ അയൽവാസിയായ ഒരു കുട്ടപ്പൻ ചേട്ടനുണ്ട്. അദ്ദേഹം ഫുൾ ടൈം ഇതിനകത്തുണ്ട്. ഞാനിങ്ങനെ രാവിലെ 6:30 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് 8:30 മണിക്ക് ഉള്ള ട്രെയിനിലാണ് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് അവധി ദിവസങ്ങൾ മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളൊരു പോരായ്മ ഇപ്പോൾ എനിക്കുണ്ട്. ഇത് സംബന്ധിച്ച് എല്ലാവരും ഇതൊരു മാതൃകയായി കൃഷിയിലേക്ക് തിരിയണം. കൃഷി ജീവവായുവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് കൃഷി. കൃഷിയെ സ്നേഹിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക, അതോടൊപ്പം തന്നെ ദൈവത്തെ സ്നേഹിക്കുക എന്ന രീതിയിലേക്ക് നമ്മളെല്ലാവരും മാറേണ്ടത് വളരെ ആവശ്യമാണ്. അതിലേക്ക് എത്തിച്ചേരേണ്ട സമയം അതിക്രമിച്ചു എന്നതാണ് എനിക്ക് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. കൃഷിഭവനിൽ നിന്നുള്ള സഹായം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 വർഷത്തോളമാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരൊറ്റ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥനും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല, യാതൊരു സഹായവും ഇന്നേ വരെ ചെയ്തിട്ടുമില്ല. കൃഷി ഓഫീസറൊക്കെ എൻ്റെ സുഹൃത്തൊക്കെ ആയിരുന്നു. ഞാൻ KGOയിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു KGOയുടെ. അദ്ദേഹം കൃഷി ഓഫീസറാണ്. പക്ഷേ ഈ വഴി ഒരുപാട് തവണ പോയിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നു. കൃഷി നടത്തുന്ന കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ പഞ്ചായത്താണ് ഞാൻ താമസിക്കുന്നതാണ്, പുനലൂർ മുനിസിപ്പാലിറ്റി. ഇത് കരവാള പഞ്ചായത്തിലെ കൃഷി സ്ഥലമാണ്. ആരും തന്നെ വന്നിട്ടുമില്ല. സഹായം വേണ്ട, എന്നാലും അഡ്വൈസ് പോലുള്ള കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അത് കിട്ടിയിട്ടില്ല. കൃഷി മറിച്ച് തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പം എന്തെല്ലാം സഹായങ്ങൾ ഒരു കർഷകൻ എന്ന നിലയിൽ കിട്ടുമായിരുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഓണക്കാലത്തേക്ക് നമ്മൾ എല്ലാ വിഭാഗം കൂടി ഒരു 1000 കൊല മാർക്കറ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഇപ്പം കൃഷിയുള്ളത് ഏത്ത വാഴയുണ്ട്, റോബസ്റ്റയുണ്ട്, ഞാലിപ്പൂവനുണ്ട്, പൂവനുണ്ട്. അങ്ങനെ പല വിഭാഗത്തിലൂടെ 1000 കൊല മാർക്കറ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശം. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ കൃഷിക്കായി നിരവധി പദ്ധതികൾ സർക്കാർ തലത്തിൽ ഉണ്ടാകുമ്പോഴും ഗ്രാമപ്രദേശങ്ങളിലെ ചെറുകിട കർഷകരെ സർക്കാർ പൂർണ്ണമായും കൈയൊഴിയുകയാണ്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.